സിസോ ഹെയർ കളർ ജനകീയ കോടതി. ജനം, ജനാധിപത്യം, ജനകീയ കോടതി. സിസോ ഹെയർ കളർ ജനകീയ കോടതി പവർഡ് ബൈ അക്കോസ്റ്റർ ആൻഡ് വിൻകോസ്. മറ്റൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സിസോ ഹെയർ കളർ ജനകീയ കോടതി പവർഡ് ബൈ അക്കോസ്റ്റർ ആൻഡ് വിൻകോസ്. ഇന്നത്തെ അധ്യായത്തിന്റെ ന്യായാധിപൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ വി വേണുഗോപാൽ. വെൽക്കം സർ. സിസോ ഹെയർ കളർ ജനകീയ കോടതി പവർഡ് ബൈ അക്വസ്റ്റർ ആൻഡ് വിൻകോസ്. ഈ അധ്യായത്തിന്റെ അതിഥി കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലറും PSCയുടെ മുൻ ചെയർമാനും കോൺഗ്രസ് അനുഭാവിയും ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായി BJPയിൽ ചേരുകയും ചെയ്ത ശ്രീ ഡോക്ടർ KS രാധാകൃഷ്ണൻ. വെൽക്കം സർ. ജനകീയ കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള അനുവാദം നൽകണം പ്ലീസ്. റൈറ്റ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ, കല്ലുമടത്തിൽ സുകുമാരൻ രാധാകൃഷ്ണൻ, എറണാകുളത്ത് മുളവുകാടിനടുത്ത് ദാരിദ്ര്യമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ബാല്യകാലം ചെലവിട്ട് കായൽപ്പരപ്പിൽ 9ാമത്തെ വയസ്സിൽ തന്നെ മത്സ്യബന്ധനത്തിനിറങ്ങി ഒടുവിൽ NDA സ്ഥാനാർത്ഥിയായി ഒരു പരിധിവരെ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MP ആയി വിജയിക്കുമെന്ന് അവസാനഘട്ടം തോന്നിച്ചു. കോൺഗ്രസ് അനുഭാവിയായിരുന്നു. ഖദറാണ് വസ്ത്രം, ഇഷ്ടവസ്ത്രം. അന്നും ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഗാന്ധിയെ സൂക്ഷിക്കുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണ്. അങ്ങ് ജയിച്ചിരുന്നുവെങ്കിൽ അങ്ങൊരു പക്ഷേ പാർലമെൻറ്റിൽ ലോക്സഭയിൽ അങ്ങയുടെ സ്ഥാനത്തിന് തൊട്ടടുത്ത് ഭോപ്പാലിൽ നിന്ന് ജയിച്ചു വന്ന് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഇരിക്കുമായിരുന്നു. അകലം പാലിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. കാരണം വിയോജിപ്പുകളോട് സംവദിക്കുന്നതാണ് ഗാന്ധിയെ പഠിപ്പിച്ച ശീലം. ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ വിയോജിപ്പുകളോട് സംവദിച്ചിട്ടുള്ള ഇന്ത്യയിലെ എന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നേതാവ്. പക്ഷെ അപ്പോഴും ഗാന്ധിയുടെ ഓർമ്മകൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ലോക്സഭയിൽ സവർക്കർ ഉണ്ട് അവിടെ. എങ്കിലും പ്രഗ്യാ സിംഗ് ഠാക്കൂർ വന്നത് അഭംഗിയല്ലേ ചരിത്രത്തോടും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഗാന്ധിക്ക് ശത്രുക്കളില്ല, സംവാദകരുണ്ട്, അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. പക്ഷെ അപ്പോഴും നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രതിനിധീകരിക്കുന്നവർ ഇന്ത്യൻ പാർലമെന്റിൽ എത്തുന്നത് ശരിയാണോ? ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെ എക്കാലത്തും ഉണ്ടായിരുന്നല്ലോ. ഒരിക്കലും ഒരു ശരി മാത്രമായി ഉണ്ടാവുന്നില്ലെന്നാണോ? അല്ല, അങ്ങനെയല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരാണ് ഇന്ത്യ. ഇന്ത്യ ഒരഭിപ്രായത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു രാജ്യമല്ല. നാഥുറാം വിനായക് ഗോഡ്സെക്കും നാഥുറാം വിനായക ഗോഡ്സെയുടെ അഭിപ്രായവും പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അതിന് പ്രാധാന്യമുണ്ട്. പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത്, അത് ഉണ്ട് എന്നുള്ളതാണ്. അതിന് പ്രാധാന്യം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുണ്ട്. റൈറ്റ്. ഈ ചിത്രത്തിൽ ഇത് നമുക്ക് തുടങ്ങാം. 2019 അങ്ങ് BJPയുടെ അംഗത്വമെടുക്കുന്ന ഈ ചിത്രം, ആദ്യ ചിത്രം, അമിത്ഷായുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് BJP അംഗത്വം ഏറ്റെടുക്കുമ്പോൾ അങ്ങയുടെ ഈ ഖദർ കുപ്പായത്തിന് പുറത്തുകൂടി BJPയുടെ ആ ഷാൾ കൂടി വന്ന് വീഴുന്നുണ്ട്. പക്ഷേ ഇത് പിന്നീട് അങ്ങ് സ്ഥിരമായി ഉപയോഗിക്കുന്നില്ല. BJPയുടെ കേന്ദ്ര നേതൃത്വത്തോട് പോയി കണ്ട് BJP അംഗത്വം എടുക്കുന്ന സമയത്താണ്. ആ നിമിഷം മനസ്സൊന്ന് പിടഞ്ഞോ? ഒരിക്കലുമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ ഒരു സംഗതിയില്ല. പ്രജാക്ഷേമമാണ് രാജ്യഭരണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതിന് പിന്നിൽ ആശയങ്ങൾ വേണ്ടെന്നാണോ? പറയട്ടെ. ആ പ്രജാക്ഷേമത്തിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രജകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ കാര്യം. പലരും വിസ്മരിക്കുന്നൊരു കാര്യം, മോദിജി കക്കൂസ് പണിത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ പരിഹസിക്കാനാണ് ശ്രമിച്ചത്. സ്വാതന്ത്ര്യം കിട്ടി 60 കൊല്ലം കഴിഞ്ഞിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മോഡി വരേണ്ടി വന്നു. അത് ഏറ്റവും വലിയ വികസന പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കതിലേക്ക് വരാം. നിലവിലെ അംഗത്വം എടുക്കാൻ അങ്ങേ പ്രേരിപ്പിച്ചത് ഈ കക്കൂസ് അടക്കമുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പണിതു കൊടുക്കാൻ മോദി കാണിച്ച നേതൃത്വ പാടവമാണോ, അതോ കോൺഗ്രസിനുള്ളിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച നേതൃത്വമില്ലായ്മയാണോ? അല്ല, കോൺഗ്രസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു 8 വർഷമായിട്ട് കോൺഗ്രസിൽ പറയുന്നൊരു കാര്യമുണ്ട്.
എനിക്ക് പരിചയവും അടുപ്പവുമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളോടും, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസ്സിനെ തിരിച്ച് ഒരു ജനകീയ പ്രസ്ഥാനമാക്കി ഇന്ത്യയിൽ ഒരു ശക്തിയാക്കി വളർത്തിയെടുക്കാൻ കഴിയില്ല എന്നാണ്. ഒരാളൊഴികെ എൻ്റെ അടുത്ത് ബാക്കി എല്ലാവരും അത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ സമ്മതിക്കാതിരുന്ന ഒരാൾ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ അടുത്തൊരു ഇംഗ്ലീഷ് വാചകം പറഞ്ഞു, ഐ ബെഗ് ടു ഡിഫർ. അത് പറഞ്ഞത് വേറെ ആരുമല്ല, ശ്രീ എ കെ ആൻ്റണിയാണ്. പക്ഷെ അപ്പോഴും സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രണബ് മുഖർജി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബഹുത്വത്തെ സംരക്ഷിച്ചു പിടിച്ചു നിർത്താൻ പറ്റിയൊരു ലോയലായ ഒരാൾ അതാരായിരിക്കും? നിങ്ങൾ ഇന്ത്യക്കാരെ പരിഹസിക്കരുത്. കാരണം ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു നേതാവിന് ഉയർന്നു വരാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അത് ഇന്ത്യയുടെ സവിശേഷതയാണ്. പക്ഷെ അയാൾ പ്രതിനിധീകരിക്കുന്ന ദേശം, ജാതി, മതം അതൊന്നും അതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും മോഡിക്ക് ബാധകമല്ലല്ലോ. നിങ്ങളെന്താ അത് കാണാത്തത്? പക്ഷെ മതമുണ്ട് അപ്പോഴും. എന്ത് മതം? മോഡിയുടെ മതം എന്ന് പറഞ്ഞാൽ, മോഡിയുടെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ജാതി കേന്ദ്രീകൃതമാണ്, അറിയാമല്ലോ. മനുഷ്യർ ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം പേരും മതം എപ്പോൾ വേണമെങ്കിലും മാറ്റിവെക്കും. മാറ്റിവെക്കാൻ എപ്പോഴും മടിക്കുന്ന കാര്യം ജാതിയാണ്. ഇവിടെ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ ഇത് ജയിച്ചു. ഇന്ത്യയിൽ ആകെ നോക്കുമ്പോൾ ഭൂരിപക്ഷ ഏകീകരണത്തിൻ്റെ ഇത് ജയിച്ചു. തോൽപ്പിച്ചതും ന്യൂനപക്ഷ ഏകീകരണമാണ്. എന്നെ തോൽപ്പിച്ചത് ന്യൂനപക്ഷ ഏകീകരണമല്ല. അത് ഭൂരിപക്ഷം അവിടെ എനിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ 73% ഹിന്ദുക്കളുള്ള സ്ഥലത്തല്ലേ ഞാൻ പോയി മത്സരിച്ചത്. അപ്പോൾ ഭൂരിപക്ഷം എനിക്ക് വോട്ട് ചെയ്തെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നല്ലോ. ജയിച്ചില്ലല്ലോ. BJPക്ക് ആ ശബരിമല വിഷയം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണോ ആലപ്പുഴയിൽ അങ്ങ് സൂചിപ്പിച്ച ഇത്രയും വരുന്ന ഭൂരിപക്ഷം അങ്ങേ കൂട്ട് ചെയ്യാതെ പോയത്? അതൊരു ഇതിൻ്റെ ശബരിമല പ്രശ്നം BJPക്ക് ഒരു വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തിരുവനന്തപുരവും പത്തനംതിട്ടയും ആലപ്പുഴയും തൃശ്ശൂരും ഒക്കെ തോക്കാനുള്ള കാരണം അതാണ്. അതിന് പറ്റുന്ന നേതൃത്വം BJPക്ക് ഇല്ല സംസ്ഥാന തലത്തിൽ. അല്ല, അത് മാത്രമാകണം എന്നില്ല കാര്യം. അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വന്നത് തെറ്റിപ്പോയി. തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരവസ്ഥ അതിനകത്ത് വന്നുപെട്ടു. പിന്നെ ഒരു കാര്യം, വിശ്വാസികളായ മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ പരാജയപ്പെടുത്തണം എന്നൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീധരൻപിള്ളയെ വിജയിപ്പിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഫലമായിട്ട്, കാരണം ആ ഗവൺമെൻറ് ശബരിമലയിൽ എടുത്ത നിലപാടിനോട് ആന്റി പിണറായി ജഡ്ജ്മെന്റ് ആയിരുന്നു, ആന്റി പിണറായി വേവ് ഉണ്ടായിരുന്നു. അതൊരു സത്യമാണ്. നമുക്ക് ഒരു വിഷ്വൽ കൂടി കാണാം. ഇത് അങ്ങ് 2016 ഒക്ടോബർ മാസം 7-ാം തീയതി മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖമാണ്. ആ അഭിമുഖത്തിലെ ഒരു വാചകം അത് മാത്രമാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. മറ്റൊരു ഓൺലൈൻ മാസികയിൽ വന്നതാണ്. പിന്നീട് നമ്മൾ ഈ മാതൃഭൂമി കണ്ടെത്തുകയും ചെയ്തു. അതിലങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: ഐ ആം പ്രൗഡ് ഓഫ് മൈ കോൺഗ്രസ് കൾച്ചർ ടു. എന്തായാലും രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞാണ് അഭിമുഖം അവസാനിക്കുന്നത്. അങ്ങ് PSC ചെയർമാനായി പടിയിറങ്ങുന്ന സമയത്ത് പണിയെടുത്തു ഞാൻ പടിയിറങ്ങുന്നു എന്ന തലക്കെട്ടിലാണ് ആ മാതൃഭൂമിയിൽ വന്ന അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. ഐ ആം പ്രൗഡ് ഓഫ് മൈ കോൺഗ്രസ് കൾച്ചർ ടു. Still I am proud of my Congress culture. That culture has been generated by none other than Mahatma Gandhi. ഗാന്ധിക്ക് മുൻപുള്ള കോൺഗ്രസ് ഉണ്ട്, ഗാന്ധി വന്നതിന് ശേഷമുള്ള കോൺഗ്രസ് ഉണ്ട്, ഗാന്ധിയുടെ ചരമത്തിന് ശേഷമുള്ള കോൺഗ്രസ് ഉണ്ട്. അങ്ങ് ഏത് കോൺഗ്രസിനെ കുറിച്ച്? ഞാൻ ഗാന്ധി വന്നതിന് ശേഷം ഗാന്ധി നിർമ്മിച്ചെടുത്തൊരു കോൺഗ്രസ് ഉണ്ട്. ആ കോൺഗ്രസ്സിലാണ്, ആ കോൺഗ്രസിൻ്റെ സംസ്കാരത്തിലാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. എവിടം വരെയുള്ള കോൺഗ്രസ്? അത് ഏതാണ്ടൊരു 47-48 കഴിഞ്ഞപ്പോഴേക്കും അത് ഏതാണ്ട് അസ്തമിച്ചു. അതായത് ദേശീയ പ്രസ്ഥാനമായിരുന്ന സമയത്തെ ദേശീയ പ്രസ്ഥാനം, ആ വാക്ക് അങ്ങ് കറക്റ്റ് വാക്ക് ഉപയോഗിച്ചു. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും പ്രാതിനിധ്യമുള്ള ഒരു പ്രസ്ഥാനമാക്കി കോൺഗ്രസിനെ മാറ്റുകയാണ്. അത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ അങ്ങയുടെ ഉടുപ്പിൽ കോൺഗ്രസ് ഉണ്ട്, അങ്ങയുടെ ഇടുപ്പിൽ കോൺഗ്രസ് ഉണ്ട്, അങ്ങയുടെ മിടുപ്പിലും കോൺഗ്രസ് ഉണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ എങ്ങനെ BJPക്കാരനാണ്? BJP ഇപ്പോൾ കോൺഗ്രസ്, മഹാത്മാഗാന്ധി അന്ന് ലക്ഷ്യം വെച്ച കാര്യങ്ങൾ ഇന്ന് നടപ്പിൽ വരുത്തുന്നത് മോദി ഗവൺമെന്റാണ്. രാമരാജ്യം എന്നുള്ളതിലാണല്ലോ അങ്ങയുടെ രാമരാജ്യം എന്നുള്ള PhD അല്ല, ഞാൻ എഴുത്തച്ഛന്റെ അദ്വൈത ദർശനം രാമായണത്തെ കുറിച്ച് അതാണ് എൻ്റെ PhD. രാമരാജ്യം, മഹാത്മാഗാന്ധിയുടെ രാമരാജ്യ ദർശനം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതെ, അതും നരേന്ദ്രമോദിയും അമിത്ഷായും LK അദ്വാനിയും വിഭാവനം ചെയ്യുന്ന രാമരാജ്യവും ഒന്നാണോ? അല്ല, വേണമെന്നില്ല.
വേണമെന്നില്ല. അങ്ങ് ഏതിന്റെ- പക്ഷേ അങ്ങ് ഏതിനെ പിന്തുണയ്ക്കും? ഞാൻ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജാക്ഷേമത്തിന് വേണ്ടി ആരെന്ത് ചെയ്യുന്നതിനെയും ഞാൻ പിന്തുണക്കും. നിലവിൽ അങ്ങ് BJP പാർട്ടിയിൽ അംഗത്വം എടുത്തു. BJP പാർട്ടിയുടെ അംഗമാണ്. അങ്ങ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, ഒരിക്കലും എടുത്തിട്ടില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങേക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 40 കൊല്ലം എൻ്റെ ബുദ്ധിയും വാക്കും മുഴുവൻ ഞാൻ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിനാണ്. അങ്ങുകൂടി വളർത്തിയതാണ് കേരളത്തിലെ കോൺഗ്രസിനെ. ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും അതിൽ അംഗമായിരുന്നവരും അനുഭാവികളും ഒരുമിച്ച് ചേർന്ന് വളർത്തിയെടുക്കുന്നതാണ്. അതിലെല്ലാവരുടെ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് ഒരുതരം മാടമ്പിത്തമാണ്. അത് രാഷ്ട്രീയത്തിന് യോജിച്ച ഒരു പണിയല്ല. റൈറ്റ്. ഐ ആം പ്രൗഡ് ഓഫ് മൈ കോൺഗ്രസ് കൾച്ചർ ടു എന്ന് പറഞ്ഞിരുന്ന അങ്ങ് ഇപ്പോഴും പറയുന്നു ഐ ആം പ്രൗഡ് ഓഫ് മൈ കോൺഗ്രസ് കൾച്ചർ. The culture that has been generated by Mahatma Gandhi. റൈറ്റ്. സ്റ്റിൽ BJPയിൽ അംഗത്വമെടുത്ത താങ്കൾ BJP കൾച്ചറിൽ അഭിമാനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ? BJPയുടെ 2 കാര്യങ്ങളിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒന്ന്, മോദി ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. റൈറ്റ്. അങ്ങയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചില വിമർശനങ്ങളിൽ ഒരു വിമർശനം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലൊരു വിമർശനം ഇങ്ങനെയാണ്: രാധാകൃഷ്ണൻ സാറേ, സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, പിന്നെ PSC ചെയർമാൻ സ്ഥാനം, ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ എന്നാണ് കേരളത്തിലെ ഒരു യുവ കോൺഗ്രസ് നേതാവ് അങ്ങേക്കെതിരെ ഒരു FB പോസ്റ്റ് ഇട്ടത്. അങ്ങേക്ക് മാത്രമല്ല, TP ശ്രീനിവാസനെതിരെയും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തൊട്ട് പിന്നെ. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ കിട്ടി എന്നത് മറന്നിട്ടുണ്ട്. 40 കൊല്ലം KPCC, DCC, യൂത്ത് കോൺഗ്രസ്, KSU, INTUC, മഹിളാ കോൺഗ്രസ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ സമ്മേളനങ്ങളിലും ക്യാമ്പുകളിലും പോയി കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുള്ള ഒരുത്തനാണ് ഞാൻ. തന്നിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ എടശ്ശേരിയെ കോട്ട് ചെയ്യുന്നു. ഒരു തവി കഞ്ഞി ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാവില ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കടപ്പാട് പറയണ്ട. ഇല്ല, കടപ്പാട് പറയേണ്ടതില്ല. ആരുടെയും തറവാട്ട് സ്വത്തല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആർക്കും സ്ത്രീധനം കിട്ടിയതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒരുമിച്ച് നിന്നുണ്ടാക്കിയെടുത്തൊരു മഹാപ്രസ്ഥാനമാണ്. അതുകൊണ്ട് മാത്രം ഉപജീവനം നടത്തിയിട്ടുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി ചിന്തിച്ചു കൂട്ടി ഈ മസ്തിഷ്കം ഇനി BJPക്ക് വേണ്ടി ചിന്തിക്കും. BJPക്ക് വേണ്ടിയും ചിന്തിക്കും. RSSന്റെ ശാഖകളിലോ ക്ലാസ്സുകളിലോ അവർ ക്ഷണിച്ചാൽ അങ്ങ് ക്ലാസ് എടുക്കാൻ പോകും? പിന്നെ ഞാൻ പോയിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. കോൺഗ്രസിന് വേണ്ടി എടുക്കുന്ന കാലത്ത് തന്നെ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. RSSകാർക്കൊപ്പം പോയിട്ട്. പിന്നെ അതിനെന്താ പ്രശ്നം? I am a part of an RSS man too എന്ന് പറയുന്നു. No, I am not part of RSS and RSS won't admit me as an RSS man. RSSൽ അംഗത്വം എടുക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, ഒരിക്കലും. ഒന്നാമത് അങ്ങനെയല്ല. RSSൽ അംഗത്വം ഇപ്പോഴല്ല കിട്ടുക. പക്ഷേ അങ്ങേക്ക് ബഹുമാനമുള്ളൊരു പ്രസ്ഥാനമാണത്. ബഹുമാനമുണ്ട് 2 കാര്യങ്ങളിൽ. ഒന്ന്, അവർ ഈ ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ നിലനിൽക്കണമെന്ന് അദമ്യമായി ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കാര്യം, മറ്റാരും ഒരു സേവനവും ചെയ്യാൻ ഇല്ലാത്ത സന്ദർഭത്തിൽ സേവന രംഗത്ത് ഇറങ്ങുന്നത് RSSകാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം. പക്ഷേ ഇവരെ സ്വാതന്ത്ര്യ സമരകാലത്ത് കണ്ടില്ലല്ലോ. സ്വാതന്ത്ര്യ സമരകാലത്ത് അവരുണ്ടായിരുന്നു. എത്ര പേർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയി? അത് നിങ്ങളൊരു കാര്യം, വീര സർവർക്കറുടെ മാപ്പ് നിങ്ങൾ നോക്കേണ്ടതാണ്. ഞാനതിന് ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാൻ കാരണം കുറേ അധികം സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാനത് പറയാറ്. ഓക്കെ. തൻ്റെ കാലത്ത് കൊല ചെയ്യപ്പെട്ടവരിൽ ഭൂരിഭാഗവും മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് ചില പട്ടിക്കുട്ടികൾ കൊല ചെയ്യപ്പെട്ടാലും എനിക്ക് വേദനിക്കും എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയുടെ കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ജീവൻ എന്ന കാര്യം ഒരു വറ്റിലുള്ള ജീവനും എന്നിലുള്ള ജീവനും അഭിന്നമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്കത് തോന്നും. ഒരു പട്ടി മരിച്ചാലും നമുക്ക് ദുഃഖം തോന്നും. നമുക്കൊരു ബന്ധമില്ലാത്തതായിരിക്കാം. പക്ഷെ മരിച്ചത് കുറേ മനുഷ്യരാണ്. അല്ല, മനുഷ്യർ മരിച്ചാലും അതിനേക്കാൾ ദുഃഖം ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പട്ടി മരിച്ചാൽ പോലും എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യർ മരിച്ചാൽ ദുഃഖമില്ല എന്ന് വ്യാഖ്യാനിക്കരുത്. അത് ദുർവ്യാഖ്യാനമാണ്. അങ്ങ് ഒരു ഹിന്ദു എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നുണ്ട്? തീർച്ചയായിട്ടും. ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ ജീവിക്കുന്ന ഇന്ത്യനായിട്ട് അഭിമാനിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരു ഹിന്ദു ആണ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സിദ്ധാന്തങ്ങളെയും എല്ലാ മതങ്ങളെയും അറിയാനും
അർഹമായ രീതിയിൽ ആദരിക്കാനും കഴിയും. അതൊരു സെമിറ്റിക് അല്ലാത്തത് കൊണ്ട് കിട്ടിയ അല്ല, സൗകര്യം. സെമറ്റിക് ആണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. അങ്ങയുടെ ഒരു FB പോസ്റ്റ്, ടെററിസ്റ്റ് അറ്റാക്ക് ശ്രീലങ്കയിൽ നടക്കുന്ന സമയത്ത് അങ്ങ് എഴുതിയതാണ്: ശമനമില്ലാത്ത ഇസ്ലാമിക തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന നരമേധത്തിന് അവസാനം കാണുവാൻ പൊതുസമൂഹം മുന്നിട്ടിറങ്ങണം. ഇസ്ലാമിക മത തീവ്രവാദം ഓരോരോ പേരുകളിൽ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരംഭകാലത്ത് ലഷ്കർ എ തൊയ്ബയായിരുന്നുവെങ്കിൽ ഇത് നാഷണൽ തൗഹീദ് ജമാഅത്തായി മാറിയിരിക്കുന്നു. മാപ്പർഹിക്കാത്ത ഈ കൊടും ക്രൂരതയോട് പ്രതികരിക്കാൻ പോലും നമ്മുടെ സമൂഹം തയ്യാറാകാത്തത് എന്നിൽ അമ്പരപ്പുളവാക്കുന്നു. ഇടതു വലതു ഭേദമില്ലാത്ത മൊത്തം ജനങ്ങളും കലാസാംസ്കാരിക പ്രവർത്തകരും ഇതിനെ അപലപിക്കുവാൻ തയ്യാറാകണം. നടന്മാരായ മമ്മൂട്ടി മുതൽ ഫഹദ് ഫാസിൽ വരെയുള്ളവർക്ക് ഇക്കാര്യത്തിൽ എന്തു പറയാൻ താല്പര്യമുണ്ടെന്നറിയാൻ താല്പര്യമുണ്ട്. ഇതിൽ മമ്മൂട്ടി മുതൽ ഫഹദ് ഫാസിൽ വരെ ശ്രീലങ്ക ഇസ്ലാമിക തീവ്രവാദം വംശീയമാണോ മതപരമാണോ? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ തലമുറയിലെ സിനിമ താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്ന പേരാരുടെയാണ്? മമ്മൂട്ടി മോഹൻലാലുമായി. മമ്മൂട്ടിയാണ്. മോഹൻലാൽ പിന്നീടാണ് വരുന്നത്. ആദ്യം വരുന്നത് മമ്മൂട്ടിയാണ്. രണ്ടുപേരും വലിയ നടന്മാരാണ്. മമ്മൂട്ടി മനുഷ്യൻ്റെ അന്തർസംഘർഷങ്ങളെ ഇത്ര മനോഹരമായി ആവിഷ്കരിക്കുന്നൊരു നടൻ വേറെ ഇല്ല. എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായിട്ട് കോളേജിൽ പഠിച്ച ആളാണ്. പുതിയ തലമുറയിൽ അനായാസം അഭിനയിക്കുന്ന ഒരൊറ്റ നടനേ ഉള്ളൂ, അനായാസം. അത് ഫഹദ് ഫാസിലാണ്. ടൊവിനോയും പൃഥ്വിരാജും ഒക്കെ ഉണ്ട്. അത് പൃഥ്വിരാജൊക്കെ എന്ന് വെച്ചാൽ ഇത് വളരെ പ്രയാസപ്പെട്ട് അഭിനയിക്കുന്നവരാണ്. പൃഥ്വിരാജിൻ്റെ ചേട്ടൻ അനായാസം അഭിനയിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് എഴുതാമായിരുന്നു, ഇന്ദ്രജിത്ത് വരെ. അല്ല, അതല്ല, ഇന്ദ്രജിത്ത് അല്ല. ഇന്ദ്രജിത്ത് ഒരു താരമല്ലല്ലോ, ഒന്ന് നടനല്ലേ. ഇതുമെന്തല്ല, ഫഹദ് ഫാസിൽ വലിയ താരമാണ്. പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിന് ഫഹദ് ഫാസിൽ വരെ പറയട്ടെ. ഇനി സിനിമ എപ്പോഴും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രം നിലനിന്ന് പോകുന്ന ബിസിനസ്സാണ്. ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ സിനിമ ഉണ്ടാകില്ല. അപ്പോൾ അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു രംഗത്ത് വന്നിട്ടും ഇത് ഇസ്ലാമിക തീവ്രവാദികളായപ്പോൾ ആ രണ്ടു പേർക്കും അതിനെ അപലപിക്കാനുള്ള ഒന്നാമത്തെ കടമയുണ്ടെന്നാണ് എൻ്റെ പക്ഷം. അതും ഞാൻ ഗാന്ധിയെ കോട്ട് ചെയ്ത് പറയുന്നു. ഏതെങ്കിലും ഒരു മതത്തിൽ, ആ മതത്തിൽ മതവിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, മാനവിക വിരുദ്ധമായ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം അതിനെ എതിർക്കേണ്ടത് ആ മതത്തിലുള്ളവരാണ്. അതാണ് കാര്യം. ആ മതത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്. അല്ല, അതെ, അവരത് എതിർക്കേണ്ടവരാണ്. മെറിറ്റല്ല, മെരിറ്റ് പ്രധാനപ്പെട്ട രണ്ട് മെരിറ്റാണിത്. പക്ഷെ അപ്പോഴും മതം ഒരു ഘടകമായി. മതം ഒരു ഘടകമാണല്ലോ. നിങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ വർഗീയമായി. അതായത് മതം വന്നാൽ വർഗീയത വരുക? മതം അല്ലെങ്കിൽ വർഗീയമാകാം. അല്ല, മതം വന്ന വർഗീയത വരില്ലേ? എന്താണ് മതവും വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം? മതത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയോ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോഴല്ലേ വർഗീയത വരിക? അത്രേ വരുള്ളൂ. ഇവിടെ ഇസ്ലാമിക അങ്ങ് ബിജെപിയിൽ ചേർന്നതിന് ശേഷം അല്ലല്ല, ഇസ്ലാം ഞാൻ അതിന് മുൻപേ പറയുന്നതാണിത്. പക്ഷേ ഇത് അല്ലല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ബഹുസ്വരതാ സമൂഹത്തിൽ എന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. 16-1 അതാണ് ഖുർആനെ കുറിച്ച് എഴുതിയേക്കുന്നതാണ്. അതിൽ എന്താണ് ഖുർആൻ ലക്ഷ്യമാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒരു ചെറിയ കുറിപ്പിൽ ഇതെല്ലാം കൂടി എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ TV ഷോയിൽ ഇതെല്ലാം കൂടി പറയാനും പറ്റില്ല. അതിൻ്റെ പരിമിതിയുണ്ട്. ഞാൻ ആ പുസ്തകത്തിൽ ഇസ്ലാം ബഹുസ്വരതാ സമൂഹത്തിൽ എന്ന് പറഞ്ഞ് എഴുതിയ പുസ്തകത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ മുഖ്യ സന്ദേശമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും ഗംഭീരമാണെന്ന് പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ്. ക്രിസ്തു ദർശനവും അങ്ങ് സമാനമായി എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. മുസ്ലിം ആയതുകൊണ്ട് ഫഹദ് ഫാസിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് മറുപടി പറയേണ്ടി വരണം എന്നുള്ളത് BJP ചേർന്ന് KS രാധാകൃഷ്ണൻ എഴുതുമ്പോഴാണ് സംശയം. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ അതിന് മുൻപേ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതത്തിൽ സ്ഫോടനം നടന്നാൽ ആദ്യം എതിർക്കുന്നത് ഞാനായിരിക്കും. അല്ല, അതിന് മറുപടി പറയേണ്ടത് ഹിന്ദുക്കൾ മാത്രമാണ്. ആദ്യം അവർ പറയണം. കാരണം എനിക്ക് ജീവിതത്തിൽ 2 കാര്യങ്ങളിലെ അഭിമാനം തോന്നിയിട്ടുള്ളൂ. അതൊന്നെന്താണെന്ന് വെച്ചാൽ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയം, അന്ന് അടിയന്തരാവസ്ഥയെ എതിർക്കാൻ കഴിഞ്ഞത് എൻ്റെ മുജ്ജന്മ സുഹൃതം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കിട്ടിയ ദൈവഭാഗ്യമാണ്. രണ്ടാമത്തെ കാര്യം, ബാബറി മസ്ജിദ് തകർന്നു എന്നറിഞ്ഞ ആ നിമിഷം, ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ പ്രൊഫസർ KN ഭരതൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു. സാറും ഉടനെ ഇറങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസാനമായി ഒരു പ്രകടനത്തിൽ പങ്കെടുത്തത് അതിലാണ്. അതിനെതിരെ പ്രകടനം നടത്തി
അതിനെതിരെ പ്രതിഷേധിച്ച് ഇത് മഹാവൃത്തികേടാണ് എന്ന് പറഞ്ഞ അതിന് എഴുതിയ ഒരാളാണ് ഞാൻ. ഈ അയോധ്യയിലെ സമിതിയുടെ തീരുമാനം ഉടൻ വരും. വരട്ടെ. ആ സമിതിയുടെ തീരുമാനം ഉടൻ വന്ന് അത് സംഘപരിവാർ സംഘടനയ്ക്ക് അനുകൂലമല്ലെങ്കിൽ വീണ്ടും ഒരു കർസേവ വരും. ആ കർസേവയ്ക്ക് ഇഷ്ടിക ശേഖരിക്കാൻ ഒരുപക്ഷെ ഉത്തരവ് വരും. ആലപ്പുഴ ഭാഗത്ത് നിന്ന് ഇഷ്ടിക ശേഖരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരുപക്ഷെ KS രാധാകൃഷ്ണനായിരിക്കും. നല്ല ഭാവന. വരട്ടെ, വരുമ്പോൾ നോക്കാം. ശിലാന്യാസത്തിന് പോകുമോ ഇനിയൊന്നും? അല്ല, നല്ല ഭാവന. ശിലാന്യാസത്തിന് പോകുമോ ഇനിയൊന്നും? ഒന്നാമത്തെ കാര്യം, നടക്കാത്ത ഒരു സാങ്കല്പിക കാര്യങ്ങളെ ശരി, കുറിച്ച് ഞാൻ നടന്ന കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയില്ല. നടങ്കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ശിലാന്യാസം ഇനി വേറൊന്നുണ്ട്. ഒന്നുകൂടി, ഈ LK അദ്വാനി ഇനി കണ്ടേക്കാം അങ്ങ് നേരിട്ട്. ഇതേ പ്രതിഷേധം അവിടെ അറിയിക്കുമോ? LK അദ്വാനിയെ പ്രതിഷേധം അറിയിക്കേണ്ട കാര്യം ഇപ്പൊ എനിക്കില്ലല്ലോ. അന്ന് അങ്ങ് പ്രതിഷേധത്തിന് ഇറങ്ങിയതിന് ഞാൻ പ്രതിഷേധത്തിന് ഇറങ്ങിയപ്പോൾ LK അദ്വാനി ആയിരുന്നെങ്കിൽ LK അദ്വാനിക്കെതിരെയും ആ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടതിൽ. ഏത്? ഞാൻ ആ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ബാബറി മസ്ജിദ് തകർത്തത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. രാമജന്മഭൂമിക്ക് വേണ്ടി രാമജന്മഭൂമി വേണം എന്ന അഭിപ്രായവും ഉണ്ട്. പക്ഷെ അതൊരു ഒരു തർക്കമന്ദിരം എന്ന് ഇപ്പോൾ പറയുന്ന സാധനം, അങ്ങനെയാണ് സർക്കാരിൻ്റെ വാക്ക്, കോടതിയുടെ വാക്ക്. ആ തർക്കമന്ദിരം തകർത്തുകൊണ്ടാകരുതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്ക് അന്നും ഇന്നും ഉള്ളത്. സെമിനാരിയിലും മദ്രസയിലും പഠിപ്പിക്കാൻ പോകുമായിരുന്നു അങ്ങ് ചില ഫിലോസഫികൾ. ഉണ്ട്. ഇപ്പോഴും പോകുന്നുണ്ടോ? ഇപ്പോഴും സൗകര്യം കിട്ടാൻ. ഈ അംഗത്വം എടുത്തതിന് ശേഷം മദ്രസയിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല. വിളിച്ചാൽ പോകുമോ? പിന്നെ ഉറപ്പായിട്ട് പോകും. പഴയ രീതിയിൽ തന്നെ തുടരുമോ? ഖുർആൻ ഞാൻ മനോഹരമായി പഠിച്ചിട്ടുള്ളൊരു വസ്തുതയാണ്. അതിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട്. പിന്നെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഞാൻ ഇവിടെ പറയും, BJP-യിലെ അംഗത്വം മാനസികമായ സംഘർഷം ആ ഘട്ടത്തിലുണ്ട്. ഒരു സംഘർഷം ഉണ്ടാക്കാറില്ല. എനിക്ക് ബോധ്യമുള്ള കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്. സെമിനാരിയിൽ പഠിപ്പിക്കാൻ ഇനി പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? വിളിച്ചാൽ തീർച്ചയായിട്ടും പോകും. സെമിനാരിയിൽ പോകരുതെന്ന് BJP പറഞ്ഞാൽ അനുസരിക്കും? ഒരിക്കലും BJP അങ്ങനെ പറയില്ല, അവർ പോകരുതെന്ന് പറയാൻ. പിന്നെ ഞാൻ എന്ത് പഠിപ്പിക്കണം എന്നുള്ള കാര്യം ഞാൻ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്. ഉള്ളിന്റെ ഉള്ളിൽ പൊരുത്തപ്പെടാത്തൊരാശയത്തോട് അറിയാതെ സംഘടനാപരമായി ചേർന്ന് പോയത് കുറ്റബോധമുണ്ടോ? തോന്നിയിട്ടില്ല. അങ്ങ് അടിമുടി ഒരു കോൺഗ്രസ്സുകാരനാണ്. അല്ല, ഞാൻ ഇപ്പോഴത്തെ കോൺഗ്രസ് അല്ല, പഴയ കോൺഗ്രസ് ആണ്. മഹാത്മാഗാന്ധിയുടെ വിനീതനായ ആരാധകനാണ്. ഇങ്ങനെ കോൺഗ്രസ് തകർന്നില്ലായിരുന്നെങ്കിൽ അങ്ങ് പോവില്ലായിരുന്നു. അല്ല, കോൺഗ്രസ് തകർന്ന് തരിപ്പണമാക്കിയാണ്. കാരണം കോൺഗ്രസ് ജനാധിപത്യ സംസ്കാരത്തിൽ നിന്നും രാജാധിപത്യ സംസ്കാരത്തിന്റെ വക്താക്കളായി കോൺഗ്രസ് മാറണം. അത് തെറ്റാണത്. പല തറവാടുകളും ഞാൻ കണ്ടു. രാഹുൽ ഗാന്ധിയുടേതാണ് അവസാനത്തെ കണ്ണി. അല്ല, പല തറവാടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പക്ഷെ ഒരു കണക്ക് അങ്ങേക്കെതിരെയുണ്ട്. 99 മുതൽ BJP-യുടെ MP-മാരുടെ കണക്കെടുത്ത് നോക്കിയാൽ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായി പാർലമെന്റിലെത്തിയവരിൽ 4 MP-മാരുടെ വ്യത്യാസമേ BJP-ക്കുള്ളൂ. 36 പേരാണ് കോൺഗ്രസിൽ നിന്ന് വന്നതെങ്കിൽ, പാരമ്പര്യ വംശത്തിൽ നിന്ന് വന്നതെങ്കിൽ അതിൽ 32 പേർ BJP-യിൽ നിന്നും വന്നിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഗോവിന്ദൻ മാഷുടെ ഭാര്യ ശ്യാമള ടീച്ചർ അന്തൂർ മുനിസിപ്പാലിറ്റി മരണത്തിന് കാരണം അല്ല, അത് വ്യാഖ്യാനമാണെന്ന് പറയാം. പക്ഷെ അന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണാണ്. അതിനു മുമ്പ് അവർ വേറെ എന്തോ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായിരുന്നു. അവർ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. അത് വരുന്നതും പാർട്ടി സെക്രട്ടറി ആയിരുന്നു നേരെ മാറുമ്പോൾ അടുത്ത ആൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മേനകാ ഗാന്ധി തുടരുന്നു എന്നതും വാസ്തവമാണ്. മേനകാ ഗാന്ധി തുടരട്ടെ, അതിലൊന്നും ഒരു വിരോധമില്ല. പക്ഷേ ഒരു കാര്യം, മകൻ വരുൺ ഗാന്ധി അങ്ങനെയല്ല, പാർട്ടി പ്രസിഡന്റ് ആകണം എന്നുണ്ടെങ്കിൽ അത് നെഹ്റു കുടുംബത്തിലുള്ളവരാകണമെന്ന് പറയുന്നതും ഒരു കുടുംബത്തിലുള്ളവർ മത്സരിക്കാൻ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അമിത്ഷാ തന്നെയാണ് രണ്ടാമത്. കോൺഗ്രസ് അധ്യക്ഷ പദവി ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞ ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള ഒരാൾ AICC പ്രസിഡന്റായി വരണമെന്ന് ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ജഡ്ജ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ജനാധിപത്യം ഒരാളുടെയും ഔദാര്യത്തിൽ വരേണ്ടതല്ല. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് അഭിപ്രായം പറയുന്നത് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അങ്ങനെയാകുമ്പോൾ BJP-യിൽ അതിൽ കൂടുതൽ ജനാധിപത്യമുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? BJP-യിൽ കാരണം പ്രസിഡന്റ് മാറുന്നില്ലേ? പക്ഷെ അമ്മയും മകൻ പോലും അവിടെ ഇല്ല. അമ്മയും തോഴനും മാത്രമേ ഉള്ളൂ. എവിടെ? BJP-യിൽ. അത് നിങ്ങളുടെ ഒരു ആക്ഷേപമാണ്, അടിസ്ഥാനരഹിതമായ ആക്ഷേപം. ജനാധിപത്യമുണ്ട് BJP-യിൽ. ഉണ്ട്, ഉറപ്പായിട്ടും. അങ്ങേക്ക് അഭിമാനവും. എനിക്ക് അഭിമാനമുണ്ട് അതിനകത്ത്. താങ്ക് യു സർ. ഡോക്ടർ KS രാധാകൃഷ്ണനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എത്തുന്നു, പ്രതിവാദിയായി എത്തുന്നു ഇടതു നിരീക്ഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ VK പ്രസാദ്. വെൽക്കം സർ.
നെഹ്റു കുടുംബത്തിൽ നിന്ന് ആളില്ലെങ്കിൽ കോൺഗ്രസ് ഛിന്ന ഭിന്നമായി പോകും എന്ന് പറയുന്ന പ്രചരണം വരുന്നത് സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ്. എന്തായിരുന്നു മോദിയുടെ യോഗ്യത? മുസ്ലിങ്ങൾക്കെതിരായി ഒരു വംശഹത്യ നടത്തുന്നതിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തയാൾ. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട്, ലോയ വധക്കേസ്. ഇതിൽ മോഡിക്ക് എവിടെ പങ്കുള്ളത്? അങ്ങ് പിൻവലിക്കണം ആ പ്രസ്താവന. ആർ.കെ. ഞാൻ ഉറച്ചു നിൽക്കുന്നു. No, 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 ആർ.കെ. ആ പ്രസ്താവന രാഘവന്റെ അങ്ങ് നേതൃത്വം. പിൻവലിക്കണം. ശ്രീ വി കെ പ്രസാദ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഗാന്ധിയെ കൊണ്ട് നടക്കുമ്പോഴും ഗോഡ്സെക്കും ഇടമുണ്ട് ഇന്ത്യയിൽ എന്ന് വിശ്വസിക്കുന്നതത്ര ഒരു വിശാലതയുള്ളയാളാണ് കെ എസ് രാധാകൃഷ്ണൻ തോന്നുന്നുള്ളൂ. അതിന് ഹൃദയവിശാലത എന്ന് ആണോ പറയാൻ കഴിയുക, അവസരവാദം എന്നാണോ പറയാൻ കഴിയുക എന്നാണ് എൻ്റെ സംശയം. എനിക്ക് ചോദിക്കാനുള്ളത്, കാമരാജ നാടാറിൻ്റെ കാലം മുതൽ കോൺഗ്രസുമായി ഒരു സജീവമായ ബന്ധമോ അനുഭാവമോ ഒക്കെ നിലനിർത്തിയിരുന്ന അങ്ങ് കോൺഗ്രസിലെ രാജാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്, അതിനെക്കുറിച്ച് വറീഡാകാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ 2019 തുടക്കത്തിൽ മാത്രമാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. അല്ല, അങ്ങയുടെ കേൾവിയുടെ കുഴപ്പമാണ് അത് പ്രധാനപ്പെട്ട കാര്യം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ 8 വർഷമായിട്ട് ഇതിനെതിരെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. 8 വർഷമായിട്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഒരു ലിങ്ക് കൂടി ചോദിച്ചാൽ, കെ കരുണാകരനെയും മുരളീധരനെയും അങ്ങ് കുടുംബവാഴ്ചയുടെ പേരിൽ വിമർശിച്ചിരുന്നു. ഉണ്ട്, തുടക്കത്തിൽ ഉണ്ട്. കോൺഗ്രസിൽ ജനാധിപത്യം അല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ജനാധിപത്യത്തെ പടിപടിയായി തകർത്തുകൊണ്ടിരുന്ന എത്രയോ വർഷങ്ങളായി. ഈ ഘട്ടത്തിൽ ഒന്നും അതിനെതിരെ ഒരു വിമർശനങ്ങളും ഒരു ഭാഗത്തുനിന്നും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്. വിമർശനം പാർട്ടി ഉണ്ടായിട്ടുണ്ട്. വിടണമെന്ന് പക്ഷേ തോന്നുന്നില്ല. കോൺഗ്രസിന്റെ ഉള്ളിൽ ഒന്നാമത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് നടത്തി. ഈ പറഞ്ഞ വലിയ നേതാക്കൾ കർണാടകയിൽ പോയി കണ്ട് കർണാടകയിൽ വലിയ തിരിച്ചുവരവ് നടത്തി. അതുകൊണ്ട് കുടുംബവാഴ്ച അവസാനിക്കുന്നില്ല. അല്ല, കുടുംബവാഴ്ചയുടെ നഗ്നമായ കുടുംബവാഴ്ച തുടങ്ങുന്നത് നെഹ്റു കുടുംബത്തിൽ നിന്ന് ആളില്ലെങ്കിൽ കോൺഗ്രസ് ഛിന്ന ഭിന്നമായി പോകും എന്ന് പറയുന്ന പ്രചരണം വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ രാജീവ് ഗാന്ധിയുടെ കാലത്തോ അല്ല, അതിനുശേഷം സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് പറഞ്ഞത് ഇത് എന്ത് ന്യായീകരണം എന്ന് ചോദിച്ചപ്പോൾ ആധാരമായി അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യം മോദിയുടെ സൽഭരണത്തെ സംബന്ധിച്ച്. മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2013 സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മോദിയെ നിർദ്ദേശിക്കുമ്പോൾ അന്ന് BJPയുടെ ജനകീയ മുഖം അഖിലേന്ത്യാ തലത്തിൽ BJP എന്നാൽ അദ്വാനി എന്ന നിലയ്ക്ക് ഉള്ള ഒരു ഘട്ടത്തിൽ മോദി അവതരിപ്പിക്കുമ്പോൾ എന്തായിരുന്നു മോദിയുടെ യോഗ്യത? ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾക്കെതിരായി ഒരു വംശഹത്യ നടത്തുന്നതിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തയാൾ. അങ്ങനെ ഇന്ത്യയിലെ തീവ്ര ഹിന്ദു ദേശീയതയുടെ ആ വികാരത്തെ ഉണർത്താൻ കഴിയുന്നയാൾ എന്നൊരു യോഗ്യതയല്ലേ നരേന്ദ്രമോദിക്ക്? ഒറ്റ ചോദ്യം, ഈ മുസ്ലിം വംശഹത്യ നടത്താൻ മോഡി ഒത്താശ ചെയ്തതിന് എന്ത് തെളിവ് അങ്ങയുടെ കയ്യിലുണ്ട്? തെളിവില്ലാതെ ഒന്നും സംസാരിക്കരുത്. തെളിവില്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നു, തെളിവില്ലെങ്കിൽ ആ പ്രസ്താവന പിൻവലിക്കണം. അത്തരത്തിൽ അല്ല, വെറുതെ ഒരു മൈതാന പ്രസംഗം നടത്തി. മൈതാന പ്രസംഗമല്ല, കാരണം തെളിവുണ്ട്. നിങ്ങൾ തെളിവ് ഹാജരാക്ക്. തീർച്ചയായിട്ടും ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ കാലത്ത് നരേന്ദ്രമോദി അല്ലല്ല, അതിനകത്തേക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ തെളിവ് ഹാജരാക്ക്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്ത് തെളിവ്? നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്തിന്റെ DGP ആയിരുന്ന RB ശ്രീകുമാർ, അതുപോലെ അദ്ദേഹത്തിന്റെ കാലത്ത് അന്ന് അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ ഇങ്ങനെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അന്നത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം പറയരുത്. ഇത് RK രാഘവന്റെ ദുരാരോപണമാണ്. തീർച്ചയായിട്ടും അല്ല. ഞാൻ ഉറച്ചു നിൽക്കുന്നു. RK രാഘവന്റെ നേതൃത്വത്തിൽ തെളിവില്ലാത്ത ഒരു കാര്യം ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഈ രേഖാമൂലമായിട്ടുള്ള ആരോപണങ്ങൾ തുടർന്ന് RP പക്ഷേ കേസ് ചോദിക്കുന്നത് ഇതെല്ലാം കോടതി തലമുടി കീറി പരിശോധിച്ചു. അഹമ്മദാബാദിലെ ഓരോ റയോട്ട് കേസുകളെയും എടുത്തു പരിശോധിച്ചു. ഐ സ്റ്റിൽ സ്റ്റാൻഡ് ബൈ മൈ വേർഡ്സ്. വളരെ കൃത്യമായി ഞാൻ പറയുന്നു, മോദി ആരോപണ വിധേയനായ കേസുകളിൽ
ഗുജറാത്ത് കോടതികളിൽ ഹാജരാക്ക്. എന്തിന് ആ കേസുകളിൽ മോദിക്ക് കോടതിയല്ലേ അനുകൂലമായ ഇത്? നിലപാടെടുത്ത തെളിവ് ചോദിക്കും. ജഡ്ജിമാർക്ക് അങ്ങനെയല്ല അത്. പിന്നീട് അല്ലല്ല, അങ്ങനെ വളരെ പറഞ്ഞ അനുകൂലമായ തെളിവ് വേണം. അതല്ല എന്ത് വൈകാരികമായിട്ട് പിന്നെ വൈകാരികമല്ല, അല്ല ഇത്. തെളിവാണ് ഞാൻ ചോദിക്കുന്നത്. അത് തെളിവ് തെളിവിന്റെ ഹാജരാക്കണം. കാര്യമാണ് തെളിവ് എന്ന് പറഞ്ഞാൽ തെളിവില്ലാതെ സംസാരിക്കരുത്. കോടതി അംഗീകരിച്ച തെളിവുകൾ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കാര്യമില്ല. അത് കാരണം വേണമല്ലോ. ആ കോടതിയെ തന്നെ അല്ലാതെ പിന്നെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട്, ലോയ വധക്കേസ്. ഇതിൽ മോഡിക്ക് എവിടെയാ പങ്കുള്ളത്? മോദിയുടെ പേരിൽ മോദിക്ക് എവിടെ കൃത്യമായും ഇതെല്ലാം കോടതി ഉന്നയിച്ചിട്ടുള്ള ഒരു നിമിഷം കേൾക്കാൻ തയ്യാറാവണം. നിക്ക് പറയട്ടെ. ഇതെല്ലാം കോടതി പരിശോധിച്ചിട്ടുള്ള, അതിനകത്ത് വിധി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. കോടതി വിധിയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കോടതിക്ക് എന്ത് ചെയ്യണമെന്ന് ഈ കോടതി തീരുമാനിക്കും. അഹമ്മദാബാദ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് അങ്ങ് എഴുതിയ ചില ലേഖനങ്ങളിൽ ബഹുസ്വരതയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വായിച്ചു കണ്ടിട്ടുണ്ട്. അന്ന് അങ്ങ് പ്രതിസ്ഥാനത്ത് BJP-യെ കണ്ടു. BJP-യെ അതോ തെറ്റിദ്ധാരണ മാറിയെന്ന്? അല്ലല്ല, BJP-യെ ഞാൻ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടില്ല. എൻ്റെ വാദം, ഞാൻ ഇപ്പോഴും പറയുന്നത് ബഹുസ്വരത വേണം എന്നാണ്. അങ്ങയോടുള്ള എൻ്റെ ഒരേ ഒരു ചോദ്യം, മോദി കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള പ്രശ്നം നിൽക്കട്ടെ. ഈ ഗുജറാത്തിലെ ആ കൂട്ടക്കൊലയുടെ പേരിൽ മോദിക്ക് കൈവന്നൊരു ഇമേജ്, ആൻറ്റി മുസ്ലിം എന്ന ഇമേജ്, അതായിരുന്നില്ലേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള മോദിയുടെ ഏറ്റവും വലിയ യോഗ്യത എന്നാണ് എൻ്റെ ചോദ്യം. അത് അങ്ങയുടെ അതല്ലാതെ Yes, yes, yes. അഭിപ്രായം മാത്രമാണ്. മറ്റെന്ത് യോഗ്യതയായിരുന്നു അദ്വാനിയെ മറികടക്കാൻ മോദിക്ക് ഉണ്ടായിരുന്നു? അത് അങ്ങയുടെ അഭിപ്രായം മാത്രമാണ്. അങ്ങയുടെ അഭിപ്രായത്തെ അങ്ങ് ഞാൻ അംഗീകരിക്കണം എന്ന് വാശി പിടിക്കരുത്. അങ്ങേക്ക് അങ്ങയുടെ അഭിപ്രായം സ്വീകരിക്കാം. That's settled. അല്ല, Okay. ഒരു സംവാദമായി നിന്നാൽ മതി. Moving to next. രണ്ടുപേരുടെ അഭിപ്രായങ്ങൾക്ക് Moving to next. Moving to പ്രോമിനൻസ് next. കിട്ടുക എന്നുള്ളത്. ഈ സാമ്പത്തിക മേഖലയിൽ താങ്കൾ സൂചിപ്പിച്ച 1-2 നേട്ടങ്ങൾ, അതായത് സ്വച്ഛ ഭാരത്, കക്കൂസുകൾ നിർമ്മിച്ചതും അതുപോലെ ഉജ്ജ്വൽ യോജന തുടങ്ങിയ നേട്ടങ്ങൾ, ഇതേ സമയത്ത് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക സ്ഥിതി, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ 947 ശേഷം തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കാലം ആണിത്. EC ചെയർമാൻ അതുപോലെ നമ്മുടെ നികുതി വരുമാനം അടക്കമുള്ള കാര്യത്തിൽ ഗുരുതരമായ കുറവുണ്ടായിരിക്കുന്നു. അതുപോലെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിരുന്ന മോദി തന്നെ നിയമിച്ച അരവിന്ദ് സുബ്രഹ്മണ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണമല്ല, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ, ഈ കാലയളവിലെ ഇന്ത്യയുടെ യഥാർത്ഥ GDP കേവലം 4.5% മാത്രമായിരുന്നു എന്നാണ്. റെസ്പോൺസിബിളായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുക. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വളരെ ഗുരുതരമായ ഒരവസ്ഥയിൽ നിൽക്കുന്നു എന്ന് അദ്ദേഹം പരോക്ഷമായി തന്നെ സമ്മതിച്ചു. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ റേറ്റ് ഉള്ളത് സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. 30 കൊല്ലം ബംഗാൾ ഭരിച്ചിട്ടാണ് ആ ബംഗാളികൾ ഇങ്ങോട്ട് വരുന്നത്. മറക്കരുത്. അല്ല, ഇടതുപക്ഷം ഈ ബ്ലാക്ക് മണി ഇല്ലാതെയാക്കുന്നതിനുള്ള ഒരു മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ള ലോകത്തുള്ള എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടുള്ളത് ഡിമോണിറ്റൈസേഷനാണ്. മോദിയുടെ കണക്കുകൂട്ടൽ തെറ്റി. അങ്ങേക്ക് ഒരു പാർലമെന്ററി മോഹം കടന്നു വന്നപ്പോൾ അത് കോൺഗ്രസിൽ നിന്നാൽ ലഭിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങ് BJP-യുമായി അടുത്തും. അങ്ങനെ ഞാൻ ഗവർണറാകണമെങ്കിൽ അങ്ങേക്ക് രാജ്ഭവനിൽ വന്ന് താമസിക്കുകയും ചെയ്യും. ഈ കാലയളവിലെ ഇന്ത്യയുടെ യഥാർത്ഥ GDP കേവലം 4.5% മാത്രമായിരുന്നു എന്നാണ്. റെസ്പോൺസിബിളായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയില്ല. ചില കണക്കുകളുണ്ട് ശ്രീ കെ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ റെസ്പോൺസിബിളായ ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് he is not logical and he is not അത് പറഞ്ഞിട്ട് reasonable. കാര്യമില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഞാനല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ കാലത്ത് നീതി ആയോഗിന്റെ ഒരാൾ അഭിപ്രായം പറയുന്നത് ഫൈനലാണെന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതൊരു അഭിപ്രായമാണ് എന്നതാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് ശ്രീ KS വിശ്വസിക്കുന്നില്ല. ആ ചോദ്യം അവിടെ നിൽക്കുന്നു. അദ്ദേഹം അത് നിഷേധിച്ചു. Moving to next. അതെ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി എടുത്ത ഒന്നാമത്തെ തീരുമാനങ്ങളിൽ ഒന്ന്, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കമ്മിറ്റിയെ നിയമിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വളരെ ഗുരുതരമായ ഒരവസ്ഥയിൽ നിൽക്കുന്നു എന്ന് അദ്ദേഹം പരോക്ഷമായി തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ റേറ്റ് ഉള്ളത് സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. ഇന്നലത്തെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. സമ്മതിച്ചു. പക്ഷെ ഒരു ദേശീയ തലത്തിൽ വരുന്നത് PSC ചെയർമാനായിരുന്ന അങ്ങേക്ക് ഈ മോദിയുടെ കാലത്ത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള
അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏർപ്പെടുത്തിയെന്ന് NSSയുടെ ഫൈൻഡിങ് വിഷമം ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ 4 ദശകങ്ങളിലേത് അത് മോദിയുടെ കാലത്തായിരുന്നു എന്നുള്ളത് ഒരു PSC മുൻ ചെയർമാനായിരുന്ന ഒരു കാര്യം കൂടെ എനിക്ക് സപ്ലിമെന്റ് ചെയ്യണം. അതായത് കേരളത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോൾ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും കേരളത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യയുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ ആളുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഏറ്റവും കൂടുതൽ നിക്ഷേപകരെ ദ്രോഹിക്കുന്ന സ്ഥലം എന്നുകൂടിയുണ്ട് ശ്രീ പ്രസാദ്. ഇദ്ദേഹം വിസ്മരിച്ചൊരു കാര്യമുണ്ട്. ഇടതുപക്ഷമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹം അതെ ഇടതാണ്. അതിന്റെ മന്ത്രി പറഞ്ഞത് എന്താണെന്നറിയാമോ? അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടാകില്ലെന്ന് തോന്നണം. മന്ത്രി പറഞ്ഞത് ഈ കണക്ക് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണക്ക് ശരിയാണെങ്കിൽ ഇത്രയേറെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലിക്ക് വരുമായിരുന്നില്ല. അതിൽ ന്യായമുണ്ട്. പിന്നെ വേറൊരു കാര്യം, എന്റെ ചോദ്യം 30 കൊല്ലം ബംഗാൾ ഭരിച്ചിട്ടാണ് ആ ബംഗാളികൾ ഇങ്ങോട്ട് വരുന്നത്. മറക്കരുത്. അല്ല, ഇടതുപക്ഷം 30 വർഷം ബംഗാൾ ഭരിച്ച കാര്യമല്ല ഇവിടെ പറയുന്നത്. അതാണ് ഘടകമാണ്. അതിനെ അത് ഘടകമാണ്. അതുകൂടിയാണ് അത്തരത്തിലുള്ള മൗലികമായ വിസ്മരിക്കല്ലേ. പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം വളരെ ചരിത്രപ്രധാനമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ 2 തീരുമാനങ്ങൾ, ഒന്ന് ഡീമോണിറ്റൈസേഷൻ, മറ്റൊന്ന് GST. ഈ 2 കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും റാലിയിൽ ഒരു വാക്ക് പോലും ഉന്നയിച്ചിട്ടില്ല. അതായത് ഇന്ത്യയിലെ സമ്പദ്വ്യവസ്ഥ ഏറ്റവും ഗുരുതരമായ ജനങ്ങളുടെ അംഗീകാരം കിട്ടിയ കാര്യങ്ങളാണ്. ജനങ്ങളുടെ അംഗീകാരം കിട്ടി. മോദിയുടെ ജനകീയ കോടതിയല്ലേ. മോദിയുടെ ജനക്ഷേമ പരിപാടികളിൽ ചിലതിനോട് മാത്രമാണ് KS രാധാകൃഷ്ണൻ പിന്തുണയ്ക്കുന്നത് എന്ന് KS രാധാകൃഷ്ണൻ പറഞ്ഞു. പൂർണ്ണമായും എല്ലാത്തിനും അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല. ഡീമോണിറ്റൈസേഷനെ ഞാൻ പിന്തുണക്കുന്നുണ്ട്. ലാഭം ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല. കാരണം ഞാൻ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് മണി ഇല്ലാതെയാക്കുന്നതിനുള്ള ഒരു മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ള ലോകത്തുള്ള എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടുള്ളത് ഡീമോണിറ്റൈസേഷനാണ്. ആ ഡീമോണിറ്റൈസേഷൻ സാധാരണഗതിയിൽ ഒരു ഭരണാധികാരി നടപ്പിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഒരു ഫലവും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഈ മെത്തഡോളജി സാമ്പത്തിക ശാസ്ത്രജ്ഞർ ലോകത്തെങ്ങും അവതരിപ്പിച്ചിട്ടുള്ള ഈ മെത്തഡോളജി ശരിയല്ല, അല്ലെങ്കിൽ ഈ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇവിടെ കള്ളപ്പണമില്ല. എന്ന് വെച്ചാൽ ഈ മെത്തേഡ് തിയറിയിൽ ശരിയാണ്, പ്രാക്ടിക്കലി പൊളിഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ശരിയല്ല എന്ന്. അപ്പൊ ആ മെത്തേഡ് തെറ്റായിരുന്നു. അല്ലല്ല, ആ മെത്തേഡല്ലേ അംഗീകരിച്ചിട്ടുള്ള മെത്തേഡ് തെറ്റായിരുന്നു. അല്ല, അത് ഇവിടെ നിങ്ങൾ പറയുന്ന രീതി ഫലം കണ്ടില്ല എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ മെത്തേഡ് തെറ്റാണ്, അല്ലെങ്കിൽ ഇവിടെ കള്ളപ്പണമില്ല. പക്ഷെ ഇവിടെ കള്ളപ്പണം ഉണ്ട് എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നു. എന്റെ സംശയം ഇതാണ്. അല്ല, അത് അംഗീകരിക്കും. 2 ആണെങ്കിലും മോദിയുടെ കണക്കുകൂട്ടൽ തെറ്റി. അല്ല, ഒരു ഭരണാധികാരിക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കേണ്ടി വരും. അപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. ഓഡിയൻസിന്റെ ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ഷാപ്പ്. എനിക്ക് KS രാധാകൃഷ്ണൻ സാറിനോടാണ്. അങ്ങയുടെ പ്രസംഗം ഞാൻ പല വേദികളിലും, പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസംഗം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുവാനായി ഞാൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 3-4 വർഷം മുന്നേ എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് അങ്ങ് കോൺഗ്രസിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 47-ന് ശേഷം 70 വർഷത്തിന് ശേഷം ഈ 2019 വരെ കോൺഗ്രസിനെ പറ്റി അങ്ങ് ആദ്യം പറഞ്ഞ ഈ കക്കൂസ് നിർമ്മാണം അടക്കമുള്ള ഒരു പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു പാർട്ടി ആയിരുന്നുവെങ്കിൽ അന്നേ താങ്കൾ ആ പാർട്ടി, അതായത് താങ്കളെ പോലുള്ള ശ്രോതാക്കളെ പറ്റിച്ചോ എന്നാണോ ചോദ്യം? തീർച്ചയായിട്ടും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ താങ്കൾ കോൺഗ്രസ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് വൽക്കരിക്കപ്പെട്ടില്ലെങ്കിലും കോൺഗ്രസ് അനുഭാവത്തിലേക്ക് കോൺഗ്രസിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചത് അദ്ദേഹം അവകാശപ്പെടാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ അങ്ങയുടെ പ്രസംഗം കോൺഗ്രസ്സുകാരെ വളർത്തിയിട്ടുണ്ട് കേരളത്തിൽ. ഒരു കാര്യം, ഞാൻ ഈ ചോദ്യത്തിന് ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞതാണ്. എന്നാലും നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാം. മഹാത്മാഗാന്ധിയുടെ സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കുന്നു എന്നാണ് കോൺഗ്രസ് എന്നും അവകാശപ്പെടുന്നത്. ഇപ്പം അതില്ല. ഞാൻ പറയുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവസരം സാധാരണ മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഭരണത്തിന്റെ പ്രഥമ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, അദ്ദേഹത്തെ പോലുള്ള അനുഭവം വളർത്തിയെടുത്ത് താങ്കൾ അൺഡു ചെയ്യും, അപനിർമ്മിക്കും. അങ്ങനെയല്ല. അദ്ദേഹം എൻ്റെ പ്രസംഗം കേട്ട് ആവേശഭരിതനായി കോൺഗ്രസ്സുകാരനായതല്ല. അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അവിടെ വന്ന് എൻ്റെ പ്രസംഗം കേൾക്കാൻ ഇരുന്നതാകാനാണ് സാധ്യത. അല്ലാതെ ഇത് ഞാൻ പ്രസംഗിച്ചതിന്റെ പേരിൽ ആളുകൾ കോൺഗ്രസ് ആകുമായിരുന്നെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പ്രസംഗത്തിന് എഫക്റ്റ് ഉണ്ട്. മലയാളികളുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്.
ഞങ്ങൾ പ്രസംഗം കേട്ടപ്പോൾ അങ്ങ് ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു എന്നുണ്ടായിരുന്നുവെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിന്റെ പേരിൽ അങ്ങ് കോൺഗ്രസ് ഉപേക്ഷിക്കുന്ന സമയത്ത് അങ്ങേക്ക് ഒരു പാർലമെന്ററി മോഹം കടന്നു വന്നപ്പോൾ അത് കോൺഗ്രസിൽ നിന്നാൽ ലഭിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങ് BJP-യുമായി അടുത്തതും അങ്ങ് സ്ഥാനാർത്ഥിയാവാൻ അല്ല, അതിനകത്തൊരു കാര്യം 43,000 വോട്ടുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ പോയി 11.5 ലക്ഷം വോട്ടിൽ 43,000 വോട്ട് മാത്രം ഉള്ള ഒരു നിയോജക മണ്ഡലത്തിൽ പോയി മത്സരിക്കുന്നത് പാർലമെന്ററി മോഹം സഹിക്കവയ്യാതെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരം പറയുന്നു. പക്ഷേ 10% കൂടുതൽ കിട്ടിയാലും ഒരു ഗവർണർ പദവി അങ്ങേ കാത്തിരിപ്പുണ്ട്. അത് അങ്ങയുടെ നാക്ക് പൊന്നാകട്ടെ എന്നാണ് ആഗ്രഹമുണ്ട്. അല്ല, അങ്ങയുടെ നാക്ക് പൊന്നാകട്ടെ എന്നാണ്. അങ്ങനെ ഞാൻ ഗവർണറാകണമെങ്കിൽ അങ്ങേക്ക് എന്താണ് അതിൻ്റെ പേര്, മറ്റേ ഇത് ഗവർണറുടെ രാജ്ഭവനിൽ വന്ന് താമസിക്കുകയും ചെയ്യും. താങ്കൾ ഒരു സ്വാർത്ഥ ചിന്താഗതിക്കാരനാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? അർഹമായത് കിട്ടാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറയുന്നവരാരുടെയും കുടുംബ സ്വത്തല്ല. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഒരു വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയും ഉത്തരവാദിത്വം ഉണ്ടെന്നിരിക്കെ സർക്കാരിന് എന്ത് തെറ്റുപറ്റിയെന്നാണ്? ഗൂഢ പദ്ധതിയായിരുന്നു ഗവൺമെന്റിന് ഉണ്ടായെന്നാണ് എൻ്റെ ആക്ഷേപം. ഗവൺമെന്റ് BJP-ക്ക് ഉണ്ടായിരുന്നു സാറേ. 253 ക്രിമിനൽ കേസുകളാണ് എനിക്കെതിരെ ഈ ഗവൺമെന്റ് ചാർജ് ചെയ്തത്. നാൽപ്പത് വർഷക്കാലം കോൺഗ്രസിൻ്റെ അനുഭാവിയായിട്ട് നടന്നു. PSC-യുടെ ചെയർമാൻ സ്ഥാനത്തെത്തി. അതേപോലെ തന്നെ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നൊന്നും ലഭ്യമാകില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ BJP-യുടെ വേഷം ധരിച്ച് അവിടെ ആലപ്പുഴ സീറ്റ് വാങ്ങി. താങ്കൾ ഒരു സ്വാർത്ഥ ചിന്താഗതിക്കാരനാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, അങ്ങേക്ക് അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. കാരണം ഓരോരുത്തർക്ക് അവരവരുടെ നിലവാരം അനുസരിച്ചുള്ള ഏത് ചിന്തയും യോജിക്കും. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഈ വഴിയിലിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാവുന്ന ഒരു പദവിയല്ല വൈസ് ചാൻസലർ പദവി. വൈസ് ചാൻസലർ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് യോഗ്യതകളുണ്ട്. അത് UGC പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യതകൾ വേണം. രണ്ടാമത്തെ കാര്യം, അർഹമായത് കിട്ടിയിട്ടുള്ളൂ. അനർഹമായത് കിട്ടാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറയുന്നവരാരുടെയും കുടുംബ സ്വത്തല്ല. ഞാൻ ആദ്യമേ തന്നെ അത് പറഞ്ഞ്, ഇവരുടെ ആരുടെയും കുടുംബ സ്വത്തല്ല. ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനം. അതിൽ നിന്ന് അതിനെ ഉപജീവിച്ച് ജീവിക്കുന്നവനും ഉപജീവനത്തിന് ജോലി ചെയ്യുന്നവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. റിസൾട്ട് വന്നപ്പം സാർ ഒരു കാര്യം പറഞ്ഞു, മണ്ണും ചാരി നിന്നവൻ പെണ്ണുകൊണ്ട് പോയി എന്നൊരു ചൊല്ലുമില്ലായിരുന്നു. പക്ഷേ ആ ഒരു ചൊല്ല് സാറിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്, ഞാൻ ചെയ്തത് ഒരു തെറ്റായിപ്പോയി, ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ആദരിച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ച് വേറെ മറുകണ്ഠം ചാടി പോയത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഉള്ളിൽ. അല്ല, ഇനി ആ ചോദ്യം വ്യക്തമല്ല, എന്നാലും ഞാൻ പറയാം. എന്തുകൊണ്ടാണ് മണ്ണും ചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ശബരിമല ആക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ആക്ഷനിലും പങ്കെടുത്തിട്ടില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ചില സമരങ്ങളും പ്രതിഷേധങ്ങൾ പങ്കെടുത്തു. സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും പങ്കെടുത്തിട്ടില്ല. പത്രസമ്മേളനം നടത്തി. ഞാൻ ചെയ്തേക്കുന്ന കാര്യം, ഓൾ ഇന്ത്യ ശബരിമല ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. കർണാടകയിലെ ഹൈക്കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് കുമാറാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. സെൻകുമാറും ഞാനും അതിൻ്റെ വൈസ് പ്രസിഡൻസാണ്. ചിന്മയ മിഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ്, മഠത്തിൻ്റെ. പിന്നെ അമൃതാനന്ദമയ്യമ്മ, പിന്നെ കാഞ്ചി കാമകോടി പീഠാധിപതി സ്വാമികൾ, ഇവരൊക്കെ അതിൻ്റെ രക്ഷാധികാരികളാണ്. അത് രണ്ട് പർപ്പസാണ് അതിനുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ശബരിമല കേസ് നടത്തുന്നതിന് ആവശ്യമായ വിവരങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുക, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ടു പ്രൊപ്പഗേറ്റ് ദ കോസ് ഓഫ് ശബരിമല ഇൻസൈഡ് ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ആകെ പങ്കെടുത്തു എന്ന് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അയ്യപ്പ ജ്യോതിയിൽ ദീപം തെളിക്കാൻ ഞാനുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിലേ ഈ സംഘടന ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ല. ഈ സംഘടനയിൽപ്പെട്ട ഒരാളും ഹർത്താലിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ ഹർത്താലിൽ പങ്കെടുക്കുന്ന പ്രശ്നവുമില്ല. കാരണം ഞാൻ ഹർത്താലിനെ അനുകൂലിക്കുന്ന ഒരാളല്ല, എത്രയോ കാലമായിട്ട് അനുകൂലിക്കുന്ന ഒരാളല്ല. ഇതിൻ്റെ പേരിൽ
253 ക്രിമിനൽ കേസുകളാണ് എനിക്കെതിരെ ഈ ഗവൺമെൻറ് ചാർജ് ചെയ്തത്. പക്ഷേ സത്യത്തിൽ അങ്ങനെ കോടതി ഈ ശബരിമല കേസിൽ ഇത്രയേറെ ത്യാഗം സഹിച്ച് വിക്ടിമൈസ് ചെയ്യുക ഒരാൾ മത്സരിച്ചിട്ട് ജയിച്ചത് ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ്. അതാണ് മണ്ണുംചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത്. അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ തെറ്റാണ് ആ കോടതി വിധിയെങ്കിലും രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഒരു വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയും ഉത്തരവാദിത്വം ഉണ്ടെന്നിരിക്കെ സർക്കാരിന് എന്ത് തെറ്റുപറ്റിയെന്നാണ് അങ്ങയുടെ നിലപാട്? അല്ലല്ല, ഒറ്റ കാര്യം ഓർത്തഡോക്സ് കേസിൽ വിധി ഉണ്ടായി. പക്ഷെ ഇത് നഴ്സുമാരുടെ കേസിൽ വിധി ഉണ്ടായി. ഇതൊന്നും ഭരണഘടനാ മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടല്ല. നിങ്ങളുടെ വാദം പക്ഷെ നഴ്സിന്റെ ഭരണഘടനാ പ്രശ്നം എഴുതണ്ട. കാരണം എന്താ വെച്ചാൽ ഇക്വാലിറ്റി ആയിരുന്നു. ആർട്ടിക്കിൾ 14 ആയിരുന്നു അവിടെ ചർച്ച ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തഡോക്സിന്റെ കാര്യമാണ്. ഓർത്തഡോക്സിന്റെ അല്ല, നഴ്സിന്റെ വിധി ഉണ്ടായിരുന്നു. ഇതിലൊന്നും എടുക്കാതെ നഴ്സിന്റെ വിധി നടപ്പാക്കാൻ ഇവിടെ കമ്മിറ്റിയെ നിയമിച്ചു, നടപ്പാക്കിയ അത് നടപ്പാക്കുകയും ചെയ്തു. അതുപോലെ ഇത് നടപ്പാക്കാൻ ആ കമ്മിറ്റിയുടെ വിധി ഇവിടെ നടപ്പാക്കാൻ സർക്കാർ കൊടുത്തിരിക്കുന്ന അങ്ങനെ. അപ്പോ എന്താണെന്ന് വെച്ചാല് ശബരിമലയിൽ ഇതിങ്ങനെ എല്ലാവരെയും ഈ രീതിയിൽ വന്ന് ആ ക്ഷേത്രം നശിപ്പിക്കുന്നതിനുള്ള ഒരു ഗൂഢ പദ്ധതിയായിരുന്നു ഗവൺമെന്റിന് ഉണ്ടായെന്നാണ് എന്റെ ആക്ഷേപം. ഗവൺമെന്റ് ബിജെപിക്ക് ഉണ്ടായിരുന്നു സാറേ. അങ്ങർക്കത് നിങ്ങൾക്കത് അങ്ങ് മാതാ അമൃതാനന്ദമയിയുടെ ഒരു മാതാ അമൃതാനന്ദമയിയുടെ ഒരു ശിഷ്യനാണ്. മാതാ അമൃതാനന്ദമയുമായി ഏറെ മകനാണ്. എനിക്ക് വലിയ ആദരവുള്ള ഒരു വ്യക്തിത്വമാണ് അമൃതാനന്ദമയി. അമ്മയായി തന്നെയാണ്, അമ്മേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങ് PSC ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പോകുന്നതും അവിടേക്കാണെന്നാണ് എനിക്ക്. അല്ല, ആദ്യം പോകുന്നതല്ല. PSC ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഞാൻ അവിടെ പോകുന്നത് അതിനല്ല. PSCയിൽ ഒരു ചോദ്യം വന്ന് വളരെ അപമാനകരമായി അമൃതാനന്ദമയി അമ്മയെയും സ്ഥാപനങ്ങളെയും അപമാനിച്ചുകൊണ്ടൊരു ചോദ്യം. അപ്പോൾ ഈ ചോദ്യം വന്നപ്പോഴേക്കും ഈ ചോദ്യം വലിയ പ്രശ്നമായി. ചോദ്യകർത്താവ് ഉണ്ടാക്കുന്ന ചോദ്യം പിന്നെ കാണുന്ന സെക്യൂരിറ്റി പ്രസ്സുകാരൻ ഇത് സീൽ ചെയ്ത് തരും. അത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിന് കൊടുക്കും. പിന്നെ കാണുന്നത് കാൻഡിഡേറ്റ്സുമാണ്. അപ്പോൾ ഇത് PSC നേരിട്ട് ചെയ്തതല്ല എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഇപ്പോഴും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇന്നാളും ഉണ്ടായിരുന്നു PSC ചോദ്യം. PSCക്കകത്തൊരു പങ്കുമില്ലേ. അപ്പോൾ ആ വിവരം അമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അല്ലാതെ പോയിട്ടില്ലേ? അല്ലാതെ പലവട്ടം പോയിട്ടുണ്ട്. ഭക്തനാണ്. അതിഗംഭീരമായ ആദരവുണ്ട്. അതിന് കാരണമുണ്ട്. ഒരാൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു പ്രശസ്തിയിലേക്ക് സൈനോഷ്യറായിട്ട് വരാൻ ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്നുകിൽ ബ്രാഹ്മണനായിരിക്കണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം, പുരുഷനായിരിക്കണം, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സ്രോതസ്സുണ്ടായിരിക്കണം, അതുമല്ലെങ്കിൽ വലിയ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സംഘത്തിൻ്റെ പിൻബലം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അമ്മയുടെ കാര്യത്തിൽ ഇതെല്ലാം നെഗറ്റീവാണ്. സുധാമണിയിൽ നിന്ന് മാതാ അമൃതാനന്ദമയിലേക്കുള്ള മാറ്റം എല്ലാ പാരാമീറ്ററുകളെയും ലംഘിച്ചുകൊണ്ടുള്ള അല്ല, ഇതെല്ലാം നെഗറ്റീവായിരുന്നു. ആ ഒരു സോഷ്യൽ ഫിനോമിനെ പഠിക്കാൻ പോലും നമ്മുടെ ഈ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ തയ്യാറായിട്ടില്ല. എങ്ങനെ വന്നു എന്ന് അറിയണ്ടേ, ഒരു ഉത്തരം പറയണ്ടേ. നമുക്ക് ഇവിടെ അവസാനിക്കാൻ തോന്നുന്നു. മാതാ അമൃതാനന്ദമയിയുടെ ഡിവോട്ടിയായ PSC ചെയർമാനായിരുന്ന, വൈസ് ചാൻസലറായിരുന്ന, ഒരു കാലത്ത് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന, എന്നാൽ കോൺഗ്രസിൻ്റെ തകർച്ചയിൽ മനം തൊന്ന് BJPയിലേക്ക് എത്തിയ ശ്രീ KS രാധാകൃഷ്ണൻ. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ തൽക്കാലം അവസാനിക്കുന്നു. ഓവർ ടു യു സർ. അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡോക്ടർ KS രാധാകൃഷ്ണൻ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ വളർന്നു വന്ന് വളരെ പേരെടുത്ത ഒരു ഫിലോസഫി അധ്യാപകനായി തിളങ്ങി. അതിനുശേഷമാണ് കാലടി സർവകലാശാല വൈസ് ചാൻസലറും പിന്നീട് PSC ചെയർമാനും ഒക്കെ ആവുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ഇവിടെ ചർച്ച നടന്നു. രാധാകൃഷ്ണൻ നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാവുന്ന വെച്ചാൽ തർക്കശാസ്ത്രത്തിൽ വളരെ വിശാലനായിട്ടുള്ള ഒരാളാണ്. കൃത്യമായിട്ട് തർക്കശാസ്ത്രത്തിൻ്റെ ആ ഒരു ഫ്ലെയർ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ കിട്ടി എന്നതാണ് ആകെ കൂടി ഈ കോടതിക്കൊരു കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്. സിസോ ഹേക്കള ജനകീയ കോടതി പവർഡ് ബൈ അക്വാസ്റ്റാർ ആൻഡ് വിൻകോസ് വീണ്ടും എത്തും പുതിയ അതിഥിയുമായി, പുതിയ ചോദ്യങ്ങളുമായി അടുത്തയാഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.